ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു വാട്ട് ഈസ് ബിസിനസ് സൈക്കിൾ. എന്താണ് ബിസിനസ് സൈക്കിൾ എന്നുള്ളത് നോക്കാം. നമ്മൾ +1 ക്ലാസ് മുതൽ എക്കണോമിക്സിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു പഠനശാഖ എന്നുള്ള നിലയിൽ +1 ക്ലാസ്സിൽ മുതലേ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ആ സമയത്ത് തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്ത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ഫിനോമിനൻ. ബിസിനസ് സൈക്കിൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ, അതായത് +1 ക്ലാസ്സുകൾ മുതൽ തന്നെ പഠിച്ചു വരുന്ന ഒന്നാണ്. എന്താണ് ബിസിനസ് സൈക്കിൾ? വാട്ട് ഈസ് ബിസിനസ് സൈക്കിൾ? Business cycle is the fluctuations found in the aggregate economic activity of nations. ഓരോ രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥകളിലെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസിനെ അല്ലെങ്കിൽ വേരിയേഷൻസിനെയാണ് എന്ത് പറയുന്നത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഓരോ രാജ്യത്തിൻ്റെയും ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, ഇൻകം, സെയിൽസ്, ഇതുപോലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ എന്തുണ്ടാവാം? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം അല്ലെ, ഡീവിയേഷൻസ് ഉണ്ടാവും, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. ഈ വേരിയേഷൻസ് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സിലാണ്. എല്ലായ്പ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല പോകുന്നത്. അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ, ഇപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ, ഈ ഒരു വർഷം എംപ്ലോയ്മെൻറ്റ് കൂടുതലാവാം, അടുത്ത വർഷം മേ ബി അതിൽ എന്തുണ്ടാവാം? മാറ്റങ്ങൾ ഉണ്ടാവാം, അതിൻ്റെ തൊട്ടടുത്ത വർഷം അതിലും മാറ്റങ്ങൾ ഉണ്ടാവാം. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളിലൂടെ എന്ത് പോകുന്നുണ്ട്? ഓരോ ഇക്കോണമിയും കടന്നു പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫ്ലക്ച്വേഷൻസിൽ ഉണ്ടാകുന്ന ടൈപ്സിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് സൈക്കിൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ, ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫ്ലക്ച്വേഷൻസിൽ ഉണ്ടാകുന്ന ടൈപ്സിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്സിങ്സ് ആവാം, ഡൗൺ സിങ്സ് ആവാം അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റീസിൽ അപ്സിങ്സ് ഉണ്ടാവാം, ഡൗൺ സിങ്സ് ഉണ്ടാവാം. ഇക്കോണമി നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ മോശം രീതിയിലൂടെയും ഇക്കോണമിയുടെ ആക്ടിവിറ്റീസ് കടന്നു പോകാം. പല സമയത്തും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുതലുള്ള മോശം സാഹചര്യവും ഒരു ഇക്കോണമിക്ക് ഉണ്ടാവാം. അങ്ങനെ പല ഫേസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്കോണമി കടന്നു പോകുന്നുണ്ട്. പ്രധാനമായിട്ടും 4 തരത്തിലാണ് ബിസിനസ് സൈക്കിളിന്റെ ഫേസസ് പറയുന്നത്. എന്തെല്ലാം ഫേസസ് ആണ്? ഫസ്റ്റ് വൺ റിക്കവറി, ദെൻ റിക്കവറി കഴിഞ്ഞ് ബൂമിലെത്തും, ബൂമിൽ നിന്ന് റിസഷനിലേക്ക് പോവും, റിസഷനിൽ നിന്ന് ഡിപ്രഷനിലേക്ക് പോവും. ഇങ്ങനെയാണ് 4 സൈക്കിളിന്റെ ഫേസസ് പറയുന്നത്. ഇതിന്റെ ഈ ഒരു റിസഷൻ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ റിസഷൻ പിന്നീട് ഡിപ്രഷനിലേക്ക് എത്തി ഇക്കോണമിയെ താളം തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഈ റിസഷന്റെ തോത് എത്രത്തോളമാണ്, അല്ലെങ്കിൽ എത്രത്തോളം സിവിയർ ആണ് റിസഷൻ സംഭവിക്കുന്ന, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിസഷൻ എത്രത്തോളം ഡേഞ്ചർ ആണ് എന്ന് തീരുമാനിക്കുന്നതിന് 3 Ds ഉണ്ട്. അതായത് 3 Dsന്റെ കണ്ടീഷൻസിലാണ് റിസഷൻ എത്രത്തോളം സിവിയർ ആണ് എന്ന് തീരുമാനിക്കുന്നത്. ഡെപ്ത്, ഡിഫ്യൂഷൻ, ഡ്യൂറേഷൻ, ഇതൊക്കെയാണ് എന്ത് തീരുമാനിക്കുന്നത്? ഓരോ റിസഷൻ്റെയും ഡെപ്തിനെ, അല്ലെങ്കിൽ ഓരോ റിസഷൻ്റെയും സിവിയറിറ്റിയെ അല്ലെങ്കിൽ ഡേഞ്ചറിനെ തീരുമാനിക്കുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിസഷൻ്റെ ഡെപ്ത് എത്രയാണ്, അതിൻ്റെ ഡിഫ്യൂഷൻ എത്രയാണ്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നുണ്ടോ, എത്രത്തോളം ആഴത്തിൽ അത് പോകുന്നുണ്ട്, ഇതൊക്കെയാണ് എന്ത് തീരുമാനിക്കുന്നത്? ആ ഒരു റിസഷൻ എത്രത്തോളം ശേഷിയുണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി ബിസിനസ് സൈക്കിളിൻ്റെ ഫേസസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ ഫേസസ് ആണ് പറയുന്നത്. ഇവിടെ എത്ര തരം? 5 ടൈപ്പ് ഓഫ് ഫേസസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എക്സ്പാൻഷൻ ഉണ്ട്, പീക്ക് ഉണ്ട്, റിസഷൻ ഉണ്ട്, ട്രഫ് ഉണ്ട്, റിക്കവറി ഉണ്ട്. ഇത്തരത്തിൽ 5 ടൈപ്സ് ഓഫ് ഫേസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 5 ടൈപ്സ് ഓഫ് ഫേസസിന് എന്ത് സംഭവിക്കുന്നു? എന്താണ് എക്സ്പാൻഷൻ, എന്താണ് പീക്ക്, എന്താണ് റിസഷൻ, എന്താണ് ട്രഫ്, എന്താണ് റിക്കവറി എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം. ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫേസസ് ആണ് ഏത്? പ്രോസ്പെരിറ്റിയും ഡിപ്രഷനും. പ്രോസ്പെരിറ്റി, പീക്കിനെയാണ് നമ്മൾ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ഈ പീക്കും അതേപോലെ തന്നെ ഏറ്റവും മോശം കണ്ടീഷൻ ആയിട്ടുള്ള ഡിപ്രഷൻ. മോശം കണ്ടീഷൻ എന്ന് പറയുന്നത് ഡേഞ്ചർ ആയിട്ടുള്ളത് റിസഷൻ ആണ്. കാരണം റിസഷൻ ആണ് ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ ആണ് ഏറ്റവും താഴെ തട്ടിലുള്ള, അല്ലെങ്കിൽ ഒരു ഇക്കോണമിയെ ഏറ്റവും
താഴെ തട്ടിലേക്ക് എത്തിക്കുന്നത് ഡിപ്രഷനാണ്. ഏറ്റവും മുകളിലേക്ക് ഇക്കോണമിയുടെ ആക്ടിവിറ്റീസ് ഏറ്റവും മുകളിൽ എത്തുന്നത് പീക്കിലാണ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയിലാണ്. ഇങ്ങനെ പ്രധാനമായിട്ടുള്ള രണ്ട് ഫേസസ് ആണ് പ്രോസ്പെരിറ്റിയും ഡിപ്രഷനും എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് എക്സ്പാൻഷനിലേക്ക് പോയിട്ട് പിന്നെ എന്ത് ചെയ്യും, പീക്കിലെത്തും. പീക്കിൽ നിന്ന് റിസഷൻ വഴി പിന്നീട് ഡിപ്രഷനിലേക്ക് എത്തും അല്ലെങ്കിൽ ട്രഫിലേക്ക് എത്തും. ഈ ട്രഫിൽ നിന്നും അല്ലെങ്കിൽ ഡിപ്രഷനിൽ നിന്നും റിക്കവറി വഴി വീണ്ടും പ്രോസ്പെരിറ്റിയിലേക്ക് അല്ലെങ്കിൽ പീക്കിലേക്ക് എത്തും. ഇങ്ങനെ ഈ ഒരു സൈക്കിൾ എന്ത് ചെയ്യുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ഒരു നാഷൻ്റെ ഇക്കോണമിയുടെ ബിസിനസ് സൈക്കിൾ ഫേസസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു എക്സ്പാൻഷൻ ടൈം കാലാവധി എത്ര ആയിരിക്കും, നീണ്ടുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ എക്സ്പാൻഷൻ കൂടിക്കൊണ്ടിരിക്കാം, പീക്ക് കുറഞ്ഞുകൊണ്ടിരിക്കാം, വീണ്ടും റിസഷൻ കൂടിക്കൊണ്ടിരിക്കാം, ഡിപ്രഷൻ വീണ്ടും കുറയാം അല്ലെങ്കിൽ കൂടാം. ഇങ്ങനെ പലതരത്തിലും ഇതിൻ്റെ ഒരു ലെങ്ത് എത്രയാണെന്ന് നമുക്ക് പറയാനാവില്ല. ആ ലെങ്ത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നു. ഇപ്പോൾ പീക്ക് ഒരു 5 വർഷമാണ്, 6 വർഷമാണ് നീണ്ടു നിന്നത്, റിസഷൻ 4 വർഷം നിന്നുള്ളൂ. അങ്ങനെ പല രീതിയിൽ അതിൻ്റെ ലെങ്ത് വരാം. എത്രയാണ് ലെങ്ത് എന്നുള്ളത് പറയുന്നില്ല, പക്ഷെ എത്രത്തോളം അത് നീണ്ടു നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് ഇക്കോണമിയിൽ സംഭവിക്കുന്നത്. നമുക്ക് ഈ ഓരോ ഫേസസിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പാൻഷൻ. എന്താണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? നമ്മൾ കണ്ടു, സൈക്കിൾ കണ്ടു അല്ലേ, ബിസിനസ് സൈക്കിൾ കണ്ടു. അതിൽ ഏറ്റവും അപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് ലൈനിൻ്റെ മുകളിലേക്ക് പോകുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എക്സ്പാൻഷൻ, ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് എക്സ്പാൻഷൻ ഫേസ് എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഷൻ ഫേസിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? പ്രൊഡക്ഷന്, എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട്, വേജസ്, പ്രോഫിറ്റ്സ്, ഡിമാൻഡ്, സപ്ലൈ, സെയിൽസ്, ഇതെല്ലാം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയായിരിക്കും. എക്കണോമിക് ഫാക്ടേഴ്സ് എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും. എക്സ്പാൻഷനിൽ എല്ലാ ഇക്കണോമിക് ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നു, ഇൻക്രീസിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൻ്റെ പ്രൈസസും ഔട്ട്പുട്ടിൻ്റെ പ്രൈസസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ പ്രൈസസും ആ ഇൻപുട്സ് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ പ്രൈസസും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എക്സ്പാൻഷനിലാവുമ്പോൾ, ഒരു ഇക്കോണമി എക്സ്പാൻഷൻ ടൈമിലായിരിക്കുമ്പോൾ ഡെപ്റ്റേഴ്സ് എല്ലാം എന്തായിരിക്കും, ഗുഡ് കണ്ടീഷനിലായിരിക്കും. ഡെപ്റ്റേഴ്സിനൊക്കെ അവരുടെ കടം കൊടുത്തു വീട്ടാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ വേജസ് കിട്ടുന്നുണ്ട്, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസസ് എല്ലാം ഹൈ ലെവലിലായതുകൊണ്ട് തന്നെ പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇനി തൊഴിലാളികളാണെങ്കിൽ അവർക്ക് വേജസ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഫിനാൻഷ്യലി ബെറ്റർ കണ്ടീഷനിലായിരിക്കും. അവരുടെ ഡെറ്റ് എല്ലാം, അവരുടെ കടങ്ങളെല്ലാം കൊടുത്തു വീട്ടാനുള്ള ഒരു എബിലിറ്റി ഈ ഒരു എക്സ്പാൻഷൻ ടൈമിൽ ഓരോ ഡെറ്റർക്കും ഉണ്ടായിരിക്കും. ഇനി ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യമാണെങ്കിലോ, ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ കൂടുതൽ ക്യാഷ് ഉണ്ടായിരിക്കും. ഡെറ്റേഴ്സ് എല്ലാം ഡെറ്റ് കടം വീട്ടിക്കൊണ്ടിരിക്കുന്നു. ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വീണ്ടും കടം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും എല്ലാം ബെറ്റർ കണ്ടീഷനിലായിരിക്കും എക്സ്പാൻഷൻ ടൈമിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഡെറ്റേഴ്സ് കടം കൊടുത്ത് വീട്ടിക്കൊണ്ടിരിക്കുന്നു, ക്രെഡിറ്റേഴ്സ് വീണ്ടും കടം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഫ്ലോ ഓഫ് മണി എന്ന് പറയുന്നത് ഇക്കോണമിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോ ഓഫ് മണിയുടെ ഫ്ലോ എന്ന് പറയുന്നത് ഇക്കോണമിയിൽ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഒരു ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒരു ഇക്കോണമി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഫേസാണ് എക്സ്പാൻഷൻ ഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിലായിട്ട് വെക്കാത്ത മണികളെല്ലാം മണി ഐഡിലായിട്ട് സൂക്ഷിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ജനങ്ങൾ വെറുതെ പണം കൈവശം വെക്കില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൽ നിന്നും നല്ല രീതിയിലുള്ള പലിശ കിട്ടുന്നുണ്ട്, ലെൻഡ് ചെയ്താൽ നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐഡിൽ മണി ഈ എക്സ്പാൻഷൻ സമയത്ത് കുറവായിരിക്കും. മണിയെല്ലാം ഇൻഡിവിജ്വൽസ് അവരുടെ കയ്യിലുള്ള മണി എന്ത് ചെയ്യും, വിവിധ പേർപ്പസിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ് എന്ത്, എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കോണമി എന്ത് ചെയ്യാണ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജുമാണ് ഏത്, എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ശ്രദ്ധിക്കുക, എല്ലാം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. വർദ്ധിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിനെയല്ല എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എല്ലാ എക്കണോമിക് ഫാക്ടേഴ്സും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഷന് ശേഷം വരുന്ന സ്റ്റേജ് ആണ് എന്ത്, പീക്ക് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആണ് പീക്ക് എന്ന് പറയുന്നത്. ഈ പീക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമി, ഏറ്റവും അതിൻ്റെ മാക്സിമം ലിമിറ്റ് എത്തുമ്പോഴാണ് ഇതിനെ പീക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു ഇക്കോണമിക് ആക്ടിവിറ്റീസ്, ഇക്കോണമിയിലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഫാക്ടേഴ്സും എന്ത് ചെയ്യും, എല്ലാ ഇക്കണോമിക് ഫാക്ടേഴ്സും അതിൻ്റെ പീക്ക് ലെവലിലെത്തും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പാൻഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഇത്തരം ഫാക്ടേഴ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ലോ ആയിരിക്കും, ഗ്രോത്ത് കുറവായിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സ്റ്റേജിൽ എക്സ്പാൻഷനിൽ എന്തായിരുന്നു, ഇക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പ്രൊഡക്ഷന്, പ്രോഫിറ്റ്, സെയിൽസ്, കൺസംഷന്, എംപ്ലോയ്മെൻറ്റ്, സെയിൽസ്, ഇവയുടെയൊക്കെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഹൈ ഗ്രോത്ത് ആണ് കാണിച്ചിരുന്നത്. പക്ഷെ പീക്കിലെത്തുമ്പോൾ ആ ഹൈ ഗ്രോത്ത് അവിടെ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് എന്താണ്, സ്ലോ ഡൗൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്, താഴേക്ക് പോവാണ്. പീക്ക് എന്ന് പറയുമ്പോൾ പീക്കിലെത്തി ഇക്കണോമി എന്ത് ചെയ്തു, അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് എത്തുന്നത്. ഇനി അങ്ങോട്ട് എന്തില്ല, ഇത് ഗ്രോ ചെയ്യുന്നില്ല, പിന്നീട് അങ്ങോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇക്കണോമിക് ഫാക്ടേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള പ്രോഫിറ്റും സെയിൽസും പ്രൊഡക്ഷനും ഇവയെല്ലാം ഈ ഒരു സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇക്കോണമിയുടെ ഗ്രോത്ത് അതിൻ്റെ മാക്സിമം ലിമിറ്റിലെത്തുന്ന അവസ്ഥയാണെന്ത്, പീക്ക് എന്ന് പറയുന്നത്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഇക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ ഗ്രോത്ത് ഏറ്റവും മാക്സിമത്തിലെത്തുന്ന മാക്സിമം ലിമിറ്റ് ആണ് എന്ത്, പീക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിൽ ഇൻപുട്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഇൻപുട്ടിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീപ്പിള് എന്ത് ചെയ്യാണ്, ഇൻഡിവിജ്വൽസ് കൂടുതൽ ഡിമാൻഡ്, പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂട്ടുകയാണ്. അതായത് പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടുന്നു ഗ്രാജുവലി, ഈ ഒരു സമയത്ത് പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു ഇക്കോണമി അതിൻ്റെ ഏറ്റവും പീക്ക് കണ്ടീഷനിലെത്തി. പിന്നീട് അങ്ങോട്ട് എന്തില്ല, ഇൻകത്തിലും വേജസിലും പ്രോഫിറ്റിലും ഒന്നും എന്തില്ല, ഗ്രോ ചെയ്യുന്നില്ല, സ്ലോ ഇനി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പീപ്പിൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽസ് അവരുടെ ഡിമാൻഡ്, കൺസ്യൂമേഴ്സ് അവരുടെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറക്കും. അതുവഴി തന്നെ ഇൻപുട്ടിൻ്റെ പ്രൈസസ് പക്ഷെ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇൻപുട്ടിൻ്റെ പ്രൈസസ് അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളുടെ അടുത്ത് ക്യാഷ് എന്ത് ചെയ്യുന്നില്ല, അധികം കൂടിക്കൊണ്ടിരിക്കുന്നില്ല, ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ്. പക്ഷെ പിന്നീട് കൂടില്ല, ഇനി അത് കുറയുകയാണ് എന്നുള്ള ഒരു ധാരണ ആർക്കും ഉണ്ടാവും, കൺസ്യൂമേഴ്സിനും ഉണ്ടാവും. പക്ഷേ ഇൻപുട്ടിൻ്റെ പ്രൈസസ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടുതൽ ഫാക്ടേഴ്സിന്, ഇനി പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്ത് വേണ്ടി വരും, ക്യാഷ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ പ്രൊഡക്ഷൻ ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നില്ല. ഇൻക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് ഇൻപുട്ട് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് ഫൈനൽ പ്രോഡക്ട്സ്. അപ്പോൾ പ്രൈസസിൻ്റെ ഇൻപുട്ട് പ്രൈസസ് കൂടുന്തോറും അത് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ പ്രോഡക്ട്സിൽ എന്തുണ്ടാവും, ഇൻക്രീസിങ് സംഭവിക്കും. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇൻകത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എക്സ്പാൻഷൻ സ്റ്റേജ് പറഞ്ഞ പോലെ, എക്സ്പാൻഷൻ ഫേസിലുള്ളതുപോലെ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ വേജസോ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോഫിറ്റോ ഒന്നും ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ആ മാക്സിമം ലിമിറ്റിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജാണ് എന്ത്, പീക്ക് എന്ന് പറയുന്നത്. അതായത് താഴേക്ക് പോകാൻ റെഡി ആയിട്ടുള്ള, ഇനി അങ്ങോട്ട് ഗ്രോത്ത് ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയമാണ് പീക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഇൻകം കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡിമാൻഡും എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ റിസഷൻ. പീക്കിന് ശേഷം വരുന്ന അവസ്ഥയാണ് റിസഷൻ എന്ന് പറയുന്നത്. പീക്കിൽ നമ്മൾ കണ്ടു ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം അതിൻ്റെ മാക്സിമം ലിമിറ്റിൽ നിന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് എന്ത്, പീക്ക് എന്ന് പറയുന്നത്. ഇനി റിസഷനിലേക്ക് എത്താണ്. പീക്കിനെ പിന്തുടർന്ന് വരുന്ന ഒരു സ്റ്റേജാണ്, ഒരു ഫേസാണ് റിസഷൻ എന്ന് പറയുന്നത്. ഈ റിസഷനിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഡിക്ലൈൻ ചെയ്തിരിക്കുന്ന
ഫാക്ടേഴ്സ് ലൈക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ ആവട്ടെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആവട്ടെ, വേജസ് ആവട്ടെ, സാലറീസ് ആവട്ടെ, ഇവരുടെയൊക്കെ ഗ്രോത്ത് റാപ്പിഡ് ആൻഡ് സ്റ്റഡി ആയിട്ട് ഡിക്ലൈൻ ചെയ്യുമ്പോഴാണ് റിസഷൻ ആയിട്ട് മാറുന്നത്, പീക്ക് റിസഷൻ ആയിട്ട് മാറുന്നത്. റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഡിക്ലൈനിങ് എവിടെ സംഭവിക്കുകയാണ്? ഇക്കണോമിക് ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ സംഭവിക്കുകയാണ്. ഈ ഒരു ഫേസിനെയാണ് റിസഷൻ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ എക്കണോമിക് ഫാക്ടേഴ്സും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വളരെ വേഗത്തിൽ താഴേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ് റിസഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റേജിൽ പ്രൊഡ്യൂസേഴ്സ് എന്തായിരിക്കും? അവരുടെ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡിനെ കുറിച്ച് അൺഅവെയർ ആയിരിക്കും. കാരണം പീക്ക് റിസഷൻ, നമ്മുടെ എക്സ്പാൻഷൻ സംഭവിച്ചു വളരെ പെട്ടെന്ന് പീക്കിലെത്തുന്നു. ആ പീക്കിൽ നിന്ന് റിസഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇക്കോണമിയിലെ പ്രൊഡ്യൂസേഴ്സ് എന്തായിരിക്കില്ല? ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കില്ല, ഇതിനെക്കുറിച്ച് മുൻകൂട്ടി അവർക്ക് ധാരണ ഉണ്ടായിരിക്കില്ല. ഇത്രയും സമയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിമാൻഡ് ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ അവരെന്ത് ചെയ്യും? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം പ്രൊഡ്യൂസേഴ്സിന് എന്തിനെ കുറിച്ച് അവെയർ ഇല്ല? ഡിമാൻഡ്, അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെ കുറിച്ച് ആർക്ക് അവെയർ ഇല്ല? പ്രൊഡ്യൂസേഴ്സിന് അവെയർ ഇല്ല. അതുകൊണ്ട് തന്നെ ഫൈനലി എന്ത് സംഭവിക്കും? സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് എക്സീഡ്സ് ദി ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് ഇതറിയാതെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ സപ്ലൈ എന്ത് ചെയ്യുന്നു? ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഡിമാൻഡിനേക്കാൾ 10 മടങ്ങായിട്ട് എന്ത് വർദ്ധിക്കുന്നു? സപ്ലൈ വർദ്ധിക്കുന്നു. പിന്നീട് എപ്പോഴാണ് ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഇത് റിയലൈസ് ചെയ്യുന്നത്? സപ്ലൈ കൂടുതലാവുമ്പോൾ. ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും, ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഫിറ്റും എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഏത് സ്റ്റേജിൽ? റിസഷൻ സ്റ്റേജിൽ. റിസഷനെ തുടർന്ന് വരുന്ന സ്റ്റേജാണ് ട്രഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ട്രഫ് അനദർ നെയിമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഡിക്ലൈൻ ചെയ്യുന്നു അല്ലേ? അതും ഏത് ലെവലിലേക്ക്? നോർമൽ ലെവലിനും താഴെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവാണ് കാണിക്കുന്നത്. നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്, ഇക്കണോമിക് ഫാക്ടേഴ്സിനെല്ലാം ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു ഫേസ് ആണ് ഏത്? ട്രഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നാഷണൽ ഇൻകവും നാഷണൽ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യുന്നു? റാപ്പിഡായിട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ നാഷണൽ ഇൻകത്തിൻ്റെയും നാഷണൽ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യുന്നു? റാപ്പിഡായിട്ട് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഡെപ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ ഈ ഒരു ഫേസിൽ ഡെപ്റ്റേഴ്സിൻ്റെ കാര്യം എന്താണ്? അവർക്ക് അവരുടെ കയ്യിൽ വേജ് ഇല്ല, അവരുടെ കയ്യിൽ പ്രോഫിറ്റ് ഇല്ല, അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഡെറ്റ്സ് ഒന്നും, അവരുടെ കടങ്ങളൊന്നും കൊടുത്തു തീർക്കാനുള്ള ഒരു എബിലിറ്റി അവർക്ക് എവിടെ ഇല്ല? ഈ ഒരു സ്റ്റേജിൽ ഇല്ല. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്രീസിങ്. അതുകൊണ്ട് തന്നെ പണം കടം കൊടുക്കുക അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുക എന്നുള്ളത് ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് ലാഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ലെൻഡിങ് ഓഫ് മണിയും ഈ ഒരു സ്റ്റേജിൽ വളരെ കുറവായിരിക്കും. ഇനി ഇക്കണോമിക് ഔട്ട്പുട്ട്, ഒരു കൺട്രിയുടെ ഇക്കണോമിക് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അൺഎംപ്ലോയ്മെന്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം ഔട്ട്പുട്ട് ലോ ആണ്, ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഡിമാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്ത് മതി? കുറവ് മതി. അതുകൊണ്ട് കുറവ് തൊഴിലാളികൾ മതി. അൺഎംപ്ലോയ്മെന്റ് അവിടെ ഹൈ ആയിട്ട് തന്നെ നിലനിൽക്കും. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് എന്തിന് റെഡി ആവില്ല? ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. കാരണം എന്താണ്? അവർക്ക് കിട്ടുന്ന റിട്ടേൺ കുറവാണ്. ഇനി ഓർഗനൈസേഷൻസ്, വീക്കായിട്ട് പോകുന്ന ഓർഗനൈസേഷൻസ് എല്ലാം എന്താവും? ഡിസോൾവ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നും ലീവ് ചെയ്യും. അവരെന്ത് ചെയ്യും? അവരുടെ കച്ചവടങ്ങളെല്ലാം മതിയാക്കിയിട്ട് പോവും. ഇങ്ങനെ ഒരു ലോവസ്റ്റ് ലെവൽ ഓഫ് ഷ്രിങ്കിങ്ങിലേക്ക്, ലോവസ്റ്റ് ലെവൽ ഓഫ് കണ്ടീഷനിലേക്കാണ് ആര് നിലകൊള്ളുന്നത്? ഒരു ഇക്കോണമി നിലകൊള്ളുന്നത്. ഒരു അധപതിക്കുന്ന ഒരു അവസ്ഥയാണ്. ഷ്രിങ്കിങ് ലെവലിലേക്ക് ആര് പോകുന്നു? ഇക്കോണമി പോകുന്നു. അതാണ് ട്രഫ് സ്റ്റേജ് അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ലാസ്റ്റ് സ്റ്റേജ് ഈസ് റിക്കവറി. റിക്കവറിയാണ് ട്രഫിനെ തുടർന്ന് അല്ലെങ്കിൽ ഡിപ്രഷനെ തുടർന്ന് വരുന്ന സ്റ്റേജാണ് റിക്കവറി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജ് നമ്മൾ ട്രഫിൽ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിൽ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? ഡിപ്രഷൻ സ്റ്റേജിൽ കണ്ടു ഇക്കോണമി ഷ്രിങ്കിങ് ലെവലിലേക്ക് പോയില്ല. ഏറ്റവും മോശപ്പെട്ട ഒരു കണ്ടീഷനിലാണ് ഇക്കോണമി നിൽക്കുന്നത്. ഇനി അങ്ങോട്ടൊരു മോശം കണ്ടീഷൻ വരാനില്ല.
അതുകൊണ്ട് തന്നെ ഇനി ഒരു നെഗറ്റീവിലേക്ക് പോകാനില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിലും അവരുടെ ഇക്കോണമിയിലെ ഇൻഡിവിജ്വൽസിൻ്റെ മനസ്സിൽ ഒരു പോസിറ്റിവിസം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇക്കോണമി ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലാണ്. ഇനി ഇതിലും മോശമായിട്ട് ഇതിലും വേഴ്സ് ഓഫ് ആവാനൊരു അവസ്ഥ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു പോസിറ്റിവിസം എന്ത് ചെയ്യാണ്, ആ ഒരു രാജ്യത്ത് മൊത്തം സ്പ്രെഡ് ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, എക്കണോമിക് ഫാക്ടേഴ്സ് എല്ലാം വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇനി അങ്ങോട്ട് നല്ല കാലം വരുന്നു, അതുകൊണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം, കൂടുതൽ കൺസ്യൂം ചെയ്യാം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാം, കൂടുതൽ തൊഴിലാളികളെ ഹയർ ചെയ്യാം, പ്രൊഡക്ഷൻ കൂട്ടാം. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റിവിസം ആരുടെ മൈൻഡിൽ വരികയാണ്, ഇക്കോണമിയിലെ ജനങ്ങളുടെ മൈൻഡിൽ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാർക്കറ്റ്സും അല്ലെങ്കിൽ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഒന്ന് പുനരുജ്ജീവിക്കുകയാണ് ഈ ഒരു റിക്കവറി സ്റ്റേജിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ തൊഴിലാളികളെ അവർ ഹയർ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വേജസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വേജസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവരുടെ സ്കില്ലിനും എബിലിറ്റിക്കും അനുസരിച്ച് ആ ഒരു സ്കില്ലിനും എബിലിറ്റിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേജ് റേറ്റ് ഈ ഒരു സ്റ്റേജിലും നിലനിൽക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യും, അവർക്ക് മാന്യമായിട്ടുള്ള ഒരു വേതനമായിരിക്കും ഈ ഒരു സ്റ്റേജിൽ നൽകുന്നത്. ഇനി മാത്രവുമല്ല കൺസ്യൂമേഴ്സ് എന്തിരിക്കും, അവർ കൂടുതൽ കൺസംഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവും. കാരണം അവരുടെ എക്സ്പെക്ടേഷൻ എന്തായിട്ട് മാറും, പ്രൈസസ് ഫാക്ടേഴ്സിൻ്റെ പ്രൈസസ് അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ പ്രൈസസ് ഇനി കുറയാൻ ചാൻസ് ഇല്ല. ഇനി ഒരു പക്ഷേ കൂടിയാലോ എന്ന് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, കൂടുതലായിട്ട് അവരും പോസിറ്റിവിസത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരും കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ ഈ ഒരു സ്റ്റേജിൽ തുടങ്ങും. ഇനി കൺസ്യൂമർ പ്രോഡക്ട്സ് ഇൻക്രീസ് ചെയ്യും അല്ലേ, കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ പോസിറ്റിവിസം നിലനിൽക്കുന്നുണ്ട്. ഈ പോസിറ്റിവിസത്തിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും, കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡും എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. ഇനി ബാങ്കേഴ്സിൻ്റെ കേസ് എടുത്താൽ ബാങ്കേഴ്സിൻ്റെ കേസിലും എന്ത് സംഭവിക്കും, പോസിറ്റിവിസം സംഭവിക്കും. അവരും ഇനി നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും നല്ല കാലമായിരിക്കും എന്ന് വെച്ചിട്ട് അവരുടെ കയ്യിലുള്ള ഐഡിൽ മണി അല്ലേ, ഇൻട്രസ്റ്റ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഡിപ്രഷൻ സ്റ്റേജിൽ അവർ ഐഡിലായിട്ട് വെച്ചിരിക്കുന്ന മണി എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതായത് അവർ സെക്യൂരിറ്റീസിലും ബോണ്ട്സിലും എല്ലാം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഒരു പോസിറ്റീവ് അപ്രോച്ച് പ്രൈവറ്റ് സെക്ടേഴ്സിലും ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റും ഉണരുന്നു അല്ലേ, കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി പ്രൈസസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. സെക്യൂരിറ്റി പ്രൈസസ് കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഈ ഒരു പ്രൈസ് മെക്കാനിസം ഈ ഒരു റിക്കവറി സ്റ്റേജിൽ വളരെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ഒരു വൈറ്റലായിട്ടുള്ള റോൾ ആര് വഹിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രൈസ് മെക്കാനിസം വഹിക്കുന്നുണ്ട്. സെക്യൂരിറ്റി പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കാരണം ഇൻവെസ്റ്റ്മെൻറ്റും സെക്യൂരിറ്റീസിൻ്റെയും ബോണ്ട്സിൻ്റെയും എല്ലാം ഡിമാൻഡ് കൂടുന്നത് വഴി അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇനി പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, കുറയുന്നു. മാത്രമല്ല ഫൈനൽ പ്രോഡക്ട്സിൻ്റെ കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അവരുടെ പ്രൈസും എന്ത് ചെയ്യുന്നു, കൂടുന്നു. പക്ഷെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് കുറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് എന്ത് സംഭവിക്കുന്നു, നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നു. ഈ ഒരു പോസിറ്റിവിസം എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു, ഒരു റിക്കവറി ഫേസിലേക്ക്, നല്ലൊരു സ്റ്റേജിലേക്ക് ഇക്കോണമിയെ കൊണ്ടെത്തിക്കുന്നു. ഇതാണ് റിക്കവറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി റിക്കവറി കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് വരും, പീക്ക് വരും അല്ലെങ്കിൽ ബൂം വരും. അങ്ങനെ ഈ ഒരു സ്റ്റേജ്, ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിളാണ് നോക്കുന്നത്. ബിസിനസ് സൈക്കിളുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് തിയറിയാണ് ഹോട്ട്റേയുടെ മോണിറ്ററി തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഹോട്ട്റേ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മോണിറ്ററി തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. ഇതിൽ ഹോട്ട്റേ ബിസിനസ് സൈക്കിളുമായി റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത് എക്കോണമി എന്തിൻ്റെ ബേസിലാവണം, ഗോൾഡ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിലാവണം. ഗോൾഡ് സ്റ്റാൻഡേർഡിൻ്റെ അണ്ടറിലുള്ള ഒരു ഇക്കോണമിയെ കുറിച്ചാണ് അദ്ദേഹം ഈ തിയറിയിൽ പറയുന്നത്. എന്താണ് ഒരു ഇക്കോണമി ഗോൾഡ് സ്റ്റാൻഡേർഡ് കാണിക്കുക അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡിന് കീഴിലാവുക എന്ന് പറയുന്നത്? അതായത്
ഒന്നെങ്കിൽ ഒരു ഇക്കോണമി അണ്ടർ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ഇക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന മണി ഗോൾഡ് കോയിൻസ് ആവണം. ഇക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന മണി ഗോൾഡ് കോയിൻസ് ആവണം. അല്ല എന്നുണ്ടെങ്കിൽ നോട്ട്സ് ഫുള്ളി ബാക്ക്ഡ് ബൈ ഗോൾഡ് റിസർവ്സ് ആവണം. ഗോൾഡ് റിസർവ്സിൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള പേപ്പർ നോട്ട്സ് ആവണം ആ ഒരു ഇക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്തരം രണ്ട് അവസ്ഥകൾ നിലനിൽക്കുമ്പോഴാണ് ഒരു ഇക്കോണമി ഗോൾഡ് സ്റ്റാൻഡേർഡിന് കീഴിലാണ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സർക്കുലേറ്റ് ചെയ്യുന്ന മണി ഗോൾഡ് കോയിൻസ് ആവണം, അല്ലെങ്കിൽ ഗോൾഡ് റിസർവ്സിൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള പേപ്പർ നോട്ട്സ് ആവണം ആ ഒരു ഇക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഒരു ഇക്കോണമി ഗോൾഡ് സ്റ്റാൻഡേർഡിൻ്റെ കീഴിലാണ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഗോൾഡ് സ്റ്റാൻഡേർഡിന് കീഴിലുള്ള ഒരു ഇക്കോണമിയുടെ ബിസിനസ് സൈക്കിളിനെ കുറിച്ചാണ് ഹോട്ട്റെ അദ്ദേഹത്തിൻ്റെ മോണിറ്ററി തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഗോൾഡ് സ്റ്റാൻഡേർഡിന് അണ്ടറിലുള്ള ഒരു ഇക്കോണമിയുടെ ബിസിനസ് സൈക്കിളിനെ കുറിച്ചാണ് ഹോട്ട്റെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. ഹോട്ട്റയുടെ അഭിപ്രായത്തിൽ ഒരു ഇക്കോണമിയിലെ ക്വാണ്ടിറ്റി ഓഫ് മണി കൂടിയാൽ, ഇക്കോണമിയിലെ സമ്പദ് വ്യവസ്ഥയിലെ ക്വാണ്ടിറ്റി ഓഫ് മണി കൂടിയാൽ ബാങ്ക് ക്രെഡിറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. അതായത് ക്വാണ്ടിറ്റി ഓഫ് മണി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകളുടെ ക്രെഡിറ്റ് കപ്പാസിറ്റി കൂടും. ബാങ്കുകൾക്ക് അവർ കൂടുതൽ പണം കടം കൊടുക്കുന്നതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. ഏത് സമയത്ത്? ക്വാണ്ടിറ്റി ഓഫ് മണി കൂടിയാൽ ബാങ്കുകൾക്ക് ക്രെഡിറ്റ് നൽകാനുള്ള കപ്പാസിറ്റി കൂടും. അതിൻ്റെ ഭാഗമായിട്ട്, ക്രെഡിറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട്, ബാങ്കുകളുടെ ക്രെഡിറ്റ് കപ്പാസിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് സപ്ലൈ ഓഫ് ക്രെഡിറ്റ് എക്സ്പാൻഷൻ സംഭവിക്കും, അല്ലേ? ക്രെഡിറ്റ് കൂടും. ക്രെഡിറ്റ് നൽകാനുള്ള എബിലിറ്റി ബാങ്കുകൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും? പണം ബോറോ ചെയ്യും. ബാങ്കുകളിൽ നിന്നും ലോണായിട്ട് പണം വാങ്ങിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. വീണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൂടുതൽ എമൗണ്ട് ഓഫ് മണി ബോറോ ചെയ്യുന്നു. അത് ക്യാപിറ്റൽ ഗുഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നു. ഇൻവെൻട്രീസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. ഇങ്ങനെ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തിന് കാരണമാവുന്നു? എക്സ്പാൻഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് കാരണമാവുന്നു. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്, ക്വാണ്ടിറ്റി ഓഫ് മണി കൂടുതലാണ്, സപ്ലൈ ഓഫ് ക്രെഡിറ്റ് കൂടുതലാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പാൻഷൻ എക്കോണമിയിൽ സംഭവിക്കുന്നു. അതായത് കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സും ഇൻവെൻട്രീസും എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സിലും ഇൻവെൻട്രീസിലും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പാൻഷൻ സംഭവിക്കുന്നു. എന്തെല്ലാം പറഞ്ഞു? ആദ്യം ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകളുടെ ക്രെഡിറ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ബാങ്കുകൾക്ക് പണം കടം കൊടുക്കാനുള്ള എബിലിറ്റി കൂടുന്നു. കൂടുതൽ ആളുകൾ എന്തിന് തയ്യാറാവുന്നു? ബാങ്കിൽ നിന്നും ബോറോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വീണ്ടും കുറയുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു, അല്ല? ക്യാപിറ്റൽ ഗുഡ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻവേഴ്സ് റിലേഷനാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു നൽകപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നു. ഇങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സിലും ഇൻവെൻട്രീസിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ഇങ്ങനെ ഹയർ ഔട്ട്പുട്ടിൽ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നു, ഹയർ ഔട്ട്പുട്ട് ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇൻകം കൂടുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുന്നു. ഔട്ട്പുട്ട് കൂടുന്നു, ഇൻകം കൂടുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇൻകം കൂടുന്നുണ്ട്, കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്, കൂടുതൽ പേർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്, ഉള്ള വരുമാനം കൂടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? കൺസംഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്
കൂടുതൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ മോർ സ്പെൻഡിങ് ഓൺ കൺസ്യൂമർ ഗുഡ്സും അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും. ഇങ്ങനെ റിസൾട്ട് ഓഫ് മോർ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് പോസിബിൾ ബൈ ഇൻക്രീസ്ഡ് സപ്ലൈ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഇക്കോണമി മൂവ്സ് ഇൻ ടു ദി എക്സ്പാൻഷൻ ഫേസ്. ഇങ്ങനെ മോർ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് മണി കൂടി, അതിൻ്റെ ഭാഗമായിട്ട് സപ്ലൈ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് കൂടി, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് കൂടി, ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, ഇൻകം ഇൻക്രീസ് ചെയ്തു, എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ ഇക്കോണമി ഒരു എക്സ്പാൻഷൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആര് പറയുന്നത്? ഹോട്ട്റെ പറയുന്നത്. എങ്ങനെയാണ് എക്സ്പാൻഷൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ബാങ്ക് ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എക്സ്പാൻഷൻ ഫേസ് ഉണ്ടായത് എന്നുള്ളതാണ് ഹോട്ട്റയുടെ കണ്ടെത്തൽ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? ബാങ്ക് ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സ്പാൻഷൻ സംഭവിക്കുന്നു എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആരാണ്? ഹോട്ട്റെയാണ് അല്ലേ. ഹോട്ട്റയുടെ അഭിപ്രായത്തിൽ എക്സ്പാൻഷൻ ഫേസ് ഒരു ഇക്കോണമിയിൽ ഉണ്ടാവുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ബാങ്ക് ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ബാങ്ക് ക്രെഡിറ്റ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു? കൂടുതൽ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ബാങ്ക് ക്രെഡിറ്റ് നൽകാനുള്ള ബാങ്കിൻ്റെ എബിലിറ്റി ഇൻക്രീസ് ചെയ്തത് കാരണം കൂടുതൽ ക്രെഡിറ്റ് ജനങ്ങളിലെത്തുന്നു. കൂടുതൽ ആളുകൾ ബാങ്കിൽ നിന്നും പണം കടം വാങ്ങിക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ ഇക്കോണമിയിൽ കൂടുന്നു, ഔട്ട്പുട്ട് കൂടുന്നു, ഇൻകം കൂടുന്നു, എംപ്ലോയ്മെന്റ് കൂടുന്നു. ഇങ്ങനെ ഇക്കോണമി ഒരു എക്സ്പാൻഷൻ ഫേസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഹോട്ട്റെയുടെ തിയറി. ഇക്കോണമി എന്ത് ചെയ്യുന്നു? ഒരു എക്സ്പാൻഷൻ ഫേസിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇക്കോണമി എക്സ്പാൻഷൻ ഫേസിൽ നിൽക്കുന്നു. അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടുന്നു അല്ലെ, ഇൻകം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു, ഇൻകം കൂടുന്നു, കൺസ്യൂമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇക്കോണമിയിൽ അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. ഈ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു? റൈസിംഗ് പ്രൈസിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു. പ്രൈസസ് കൂടുന്നതിലേക്ക് എന്ത് ലീഡ് ചെയ്യിപ്പിക്കുന്നു? അഗ്രഗേറ്റ് ഡിമാൻഡ് ലീഡ് ചെയ്യിപ്പിക്കുന്നു. അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൈസസ് കൂടുന്നു. അതായത് ഇക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് റൈസ് ചെയ്യുന്നു. ഈ പ്രൈസസിൽ ഉണ്ടാവുന്ന റൈസ് രണ്ട് രീതിയിലാണ് ഔട്ട്പുട്ടിന് അഫക്റ്റ് ചെയ്യുന്നത്. പ്രൈസസ് ലീഡ് ടു ദി ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഇൻ 2 ways. 2 waysലാണ് റൈസ് ഇൻ പ്രൈസസ് അഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ പ്രൈസ് കൂടുമ്പോൾ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് കൂടുമ്പോൾ ബിസിനസ്മാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? അവർ വിചാരിക്കും, ബിസിനസ്മാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കും, ഇനിയും ഇത്തരത്തിലുള്ള പ്രൈസിൻ റൈസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഹയർ പ്രൈസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസസ് കൂടുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പ്രൈസ് കൂടുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസസ് കൂടുന്നു, ഭാവിയിൽ ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. എന്തിനു വേണ്ടിയിട്ട്? പ്രോഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ സെക്കൻഡ്ലി, പ്രൈസ് കൂടുന്നതിൻ്റെ മറ്റൊരു ഇഫക്റ്റ് എന്ന് പറയുന്നത്, പ്രൈസ് കൂടുന്നത് ഐഡിൽ മണി ബാലൻസസിന്റെ റിയൽ വാല്യൂവിനെ അത് റെഡ്യൂസ് ചെയ്യും. ഐഡിൽ മണി എന്ന് പറയുന്നത് എന്താണ്? ഒന്നും ചെയ്യാതെ കൈവശം വെച്ചിരിക്കുന്ന മണിയെയാണ് എന്ത് പറയുന്നത്? ഐഡിൽ മണി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് ഐഡിലായിട്ട് വെച്ചിരിക്കുന്ന, ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് ഐഡിലായിട്ട് ഒന്നും ചെയ്യാണ്ട് വെച്ചിരിക്കുന്ന, കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മണിയാണ് ഐഡിൽ മണി എന്ന് പറയുന്നത്. ഇങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസസ് റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഐഡിൽ മണിയുടെ റിയൽ വാല്യൂ കുറയുന്നു. ഇങ്ങനെ റിയൽ വാല്യൂ കുറയുമ്പോൾ ജനങ്ങൾ ചിന്തിക്കും, വാല്യൂ കുറവാണ്, അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കാം എന്ന് ചിന്തിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് വീണ്ടും പ്രൈസ് കൂടിയാലും ഔട്ട്പുട്ട് കൂടുന്നതിന്റെ 2 റീസൺസ് ഇതാണ്. ഫസ്റ്റ് ഒന്ന്, ഇൻവെസ്റ്റേഴ്സ് പ്രൈസ് കൂടുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഔട്ട്പുട്ട് വർദ്ധിക്കും. മറ്റൊന്ന്, ഐഡിൽ മണിയുടെ റിയൽ വാല്യൂ കുറയുന്നു. ഇങ്ങനെ ഐഡിൽ മണിയുടെ റിയൽ വാല്യൂ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വൽസ് ഓർ കൺസ്യൂമേഴ്സ് മോർ ആൻഡ് മോർ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡി ആവുന്നു. ഇങ്ങനെ ഒരു റൈസ് ഇൻ ഇൻകംസ്
മോർ എക്സ്പെൻഡിച്ചറിലേക്കും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പാൻഷനിലേക്കും ലീഡ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ആരുടെ കണ്ടെത്തൽ? ഹോട്രയുടെ കണ്ടെത്തൽ. പക്ഷെ എങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് ഡൊമസ്റ്റിക് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം എക്സ്പാൻഡ് ഫാസ്റ്റർ ദാൻ ഫോറിൻ ഔട്ട്പുട്ട് എന്നുള്ളത്. അതായത് ഇതൊരു എക്സ്പാൻഷൻ ഫേസ് ആണ്. ഈ എക്സ്പാൻഷൻ ഫേസ് എന്ത് ചെയ്യാം? മസ്റ്റ് എൻഡ്. എക്സ്പാൻഷൻ ഫേസിന് ഒരു എൻഡ് ഉണ്ടാവും എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ആ എൻഡ് എങ്ങനെയാണ്? ആ എക്സ്പാൻഷൻ ഫേസിൽ നിന്നും എങ്ങനെയാണ് ബൂമിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് ഇക്കോണമി കടക്കുന്നത്, അതിൽ നിന്നും എങ്ങനെയാണ് ഡിപ്രഷനിലേക്ക് പോകുന്നത്, വീണ്ടും എക്സ്പാൻഷനിലേക്ക് വരുന്നത് എന്നുള്ളതും അദ്ദേഹം ഈ ഒരു തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. ഇപ്പോൾ എക്സ്പാൻഷൻ സ്റ്റേജിലാണ് ഇക്കോണമി നിലനിൽക്കുന്നത്. ഈ എക്സ്പാൻഷൻ ഫേസും എന്ത് ചെയ്യും? ഒരു സമയത്ത് എൻഡ് ചെയ്യും. ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഇത് ടെമ്പററി മാത്രമാണ്, പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നല്ല. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നല്ല. ഇതും മസ്റ്റ് എൻഡ് എന്നുള്ളതാണ് ഹോട്രെ പറയുന്നത്. റൈസ് ഇൻ ഇൻകം കൂടുതൽ എക്സ്പെൻഡിച്ചറിലേക്ക് നയിക്കുന്നു. ഡൊമസ്റ്റിക്കലി ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അതുപോലെ തന്നെ ഫോറിൻ ഗുഡ്സിൻ്റെ ഇമ്പോർട്ടും ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി ജനങ്ങളുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഡൊമസ്റ്റിക് ഗുഡ്സിനപ്പുറം ഫോറിൻ ഗുഡ്സിനും കൂടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ഇവിടെ കൂടുന്നുണ്ട്. ഡൊമസ്റ്റിക് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം ആയിരിക്കും ഫോറിൻ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? കൂടുന്നത് എന്നുള്ളതും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. ഇനി അദ്ദേഹം ഈ ഒരു എക്സ്പാൻഷൻ ഫേസ് എങ്ങനെ എൻഡ് ചെയ്യുന്നു, എക്സ്പാൻഷൻ ഫേസ് എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡൊമസ്റ്റിക്കലി ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഡൊമസ്റ്റിക് ഗുഡ്സും ഫോറിൻ ഗുഡ്സും കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു. ഫോറിൻ ഗുഡ്സ് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫോറിൻ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട്, നമ്മുടെ കൺട്രിയിലേക്കുള്ള ഫോറിൻ ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് കൂടുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടുതലാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇക്കോണമിയിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവുന്നു. ട്രേഡ് ഡെഫിസിറ്റ് ഇക്കോണമിയിൽ ഉണ്ടാവുന്നു. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡ് ആണ് സംഭവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്നും ഏത് രാജ്യത്തിൽ നിന്നാണോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അവരുടെ രാജ്യത്തിലേക്ക് ഗോൾഡ് ഒഴുകും, ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡ്, നമ്മുടെ രാജ്യത്തിൽ നിന്നും ഗോൾഡ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഇക്കോണമിയിലെ മണി സപ്ലൈ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. മണി സപ്ലൈ കുറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുന്നു. കാരണം മണി സപ്ലൈ കൂടിയപ്പോൾ ക്രെഡിറ്റ് കൂടി എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ മണി സപ്ലൈ കുറയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് ക്രെഡിറ്റ് അവൈലബിലിറ്റി കുറയുന്നു. ഇതെന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. ഇങ്ങനെ ഒരു പ്രോസസ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു, വീണ്ടും എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കുറയും, എംപ്ലോയ്മെൻറ്റ് കുറയും, ഇൻകം കുറയും. ഇപ്പോൾ ഇക്കോണമി എന്ത് ചെയ്യും? എക്സ്പാൻഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കും. പക്ഷെ ഇതും എന്താണ്? ടെമ്പററിയാണ്. ഇതും പെർമനൻ്റ് അല്ല, ഇതും ടെമ്പററിയാണ്. അതുകൊണ്ട് തന്നെ ഇതും കുറഞ്ഞ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നു. ഈ ഒരു പ്രോസസ്സും കുറഞ്ഞ സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നു. വീണ്ടും എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ഇൻഫ്ലോ ഓഫ് ഗോൾഡിലേക്കും തിരിച്ച് ഈ ഒരു ഡിപ്രഷനിൽ നിന്നും എക്സ്പാൻഷൻ ഫേസിലേക്കും എക്കോണമി പിന്നീട് പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് എക്സ്പാൻഷൻ ഉണ്ടായത്? ക്വാണ്ടിറ്റി ഓഫ് മണി കൂടുന്നു, സപ്ലൈ ക്രെഡിറ്റിൻ്റെ മണി സപ്ലൈ കുറയുന്നു, ക്രെഡിറ്റ് അവൈലബിലിറ്റി എക്സ്പാൻഷൻ ഉണ്ടായത് ക്വാണ്ടിറ്റി ഓഫ് മണി കൂടുന്നു, മണി സപ്ലൈ കൂടുന്നു, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഔട്ട്പുട്ടും ഇൻകവും എംപ്ലോയ്മെൻറ്റും ഒക്കെ കൂടുന്നു, പ്രൈസസ് കൂടുന്നു. ഇത്തരത്തിൽ ഒരു എക്സ്പാൻഷൻ ഫേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഇൻകം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ ഗുഡ്സ് കൂടുതലായിട്ട് ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ രാജ്യത്തിലേക്ക് കൂടുതൽ ഇമ്പോർട്ട്സ് സംഭവിക്കുന്നു. എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ആ ഒരു രാജ്യം നേരിടുന്നു. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്ഫ്ലോ ഓഫ് ഗോൾഡ് ആണ് അല്ലേ. നമ്മുടെ രാജ്യത്തിൽ നിന്നും മറ്റു രാജ്യത്തിലേക്ക് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയിൽ എന്ത് ചെയ്യും?
മണി സപ്ലൈ കുറയും. നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ കുറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് ക്രെഡിറ്റ് അവൈലബിലിറ്റി കുറയുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു, എംപ്ലോയ്മെൻറ്റ് കുറയുന്നു, പ്രൊഡക്ഷൻ കുറയുന്നു, ഇൻകം കുറയുന്നു. ഇത് വീണ്ടും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുന്നു. വീണ്ടും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് ഡിപ്രഷനിൽ നിന്നും കയറിയിട്ട് എക്സ്പാൻഷൻ ഫേസിലേക്കും ഇക്കോണമി പോകുന്നു. ഇങ്ങനെ ഒരു സൈക്കിളാണ് ആര് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഹോട്ട്രെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഹോട്ട്രയുടെ മെയിൻ കാരണം എക്സ്പാൻഷനും അതുപോലെ തന്നെ ഡിപ്രഷനും എല്ലാം ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? മണി സപ്ലൈ അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റി ആണ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ഹയേക്സ് ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. ഹയേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് 2 വേർഷൻ ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറിക്ക് 2 വേർഷൻസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വേർഷനിൽ പറയുന്നത്, ഹയേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വേർഷനിൽ പറയുന്നത് മോണിറ്ററി ഫോഴ്സസ് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻസിന് കാരണമാവുന്നത് എന്നുള്ളതാണ്. മോണിറ്ററി ഫോഴ്സസ് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്, എന്നിട്ട് എങ്ങനെയാണ് ബിസിനസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഹയേക്കിന്റെ ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറി വേർഷനിൽ പറയുന്നത്. ഇനി ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറിയുടെ സെക്കൻഡ് വേർഷൻ ഉണ്ട്. സെക്കൻഡ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നട്ട് വിക്ഷൽ ആണ്. നട്ട് വിക്ഷൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറിയുടെ വേർഷനിൽ പറയുന്നത് ഇന്നോവേഷൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്, ഇന്നോവേഷൻ വഴി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതും അതുവഴി ബിസിനസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുമാണ് സെക്കൻഡ് വേർഷനായ ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറിയുടെ സെക്കൻഡ് വേർഷൻ, നട്ട് വിക്ഷൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് വേർഷനിൽ പറയുന്നത്. ഇനി ഈ 2 വേർഷന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 വേർഷനിലും എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ 2 വേർഷനിലും ഇമ്പോർട്ടൻറ്റ് റോൾ ആർക്കാണുള്ളത്? നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനെ കുറിച്ചാണ് ഈ ഒരു 2 തിയറീസിലും പറയുന്നത്. 2 തിയറീസിലും വൈറ്റൽ റോൾ വഹിക്കുന്നത് ആരാണ്? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എന്താണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് അറ്റ് വിച്ച് സേവിങ് ഈക്വൽ ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഓൺ ദി അതർ ഹാൻഡ്, വാട്ട് ഈസ് മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക്സ് ബിസിനസ്മാന് നൽകുന്ന ലോൺസ്, ബാങ്ക്സ് ലോൺസ് നൽകുന്നത് ഏത് റേറ്റിലാണോ ആ റേറ്റാണ് മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കുകൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്? നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഈക്വൽ ആവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓർക്കുക, ഹയേക്കിൻ്റെത് ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറിയാണ്. ഹയേക്കിന്റെ ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറിക്ക് 2 വേർഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വേർഷൻ ഹയേക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വേർഷനിൽ അദ്ദേഹം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? മോണിറ്ററി ഫോഴ്സസ് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഫ്ലക്ച്വേഷനിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്, അതുവഴി ബിസിനസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി നട്ട് വിക്ഷൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് വേർഷനിൽ പറയുന്നത് ഇന്നോവേഷൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടെത്തിക്കുന്നത്, എന്നിട്ട് എങ്ങനെയാണ് ബിസിനസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി ഈ 2 വേർഷന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 വേർഷനിലും പ്രധാന റോൾ ആർക്കാണുള്ളത്? അത് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആണ്, തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് ഈ ഒരു 2 വേർഷൻസും പറയുന്നത്. ഓക്കെ, ഹയേക്കിന്റെ മോണിറ്ററി വേർഷൻ ഓഫ് ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഹയേക്കിന്റെ മോണിറ്ററി വേർഷൻ ഓഫ് ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറി. ഹയേക്ക് മോണിറ്ററി വേർഷൻ ഓഫ് ഓവർ ഇൻവെസ്റ്റ്മെന്റ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നട്ട് വിക്ഷലിന്റെ ഇൻകം ഡിറ്റർമിനേഷൻ തിയറിയുമായി ബേസ് ചെയ്തിട്ടാണ്. നക്ഷല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻകം ഡിറ്റർമിനേഷൻ തിയറി, ബിസിനസ് സൈക്കിളിന്റെ ഇൻകം ഡിറ്റർമിനേഷൻ തിയറിയുടെ ബേസിലാണ് ഹയേക്ക് ഇത്തരം ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിക്ഷല്
ഇക്വിലിബ്രിയം ഓഫ് ദി ഇക്കണോമിക് സിസ്റ്റം കണക്കാക്കുന്നത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരുന്നു? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ നാച്ചുറൽ റേറ്റ് ഓഫ് ആൻഡ് മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ വിക്ഷൽ ഇക്വിലിബ്രിയം, ഇക്കോണമിയിൽ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ്റെ ബേസിലായിരുന്നു ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നട്ട് വിക്ഷൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തിയറി തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഹയേക്കും അദ്ദേഹത്തിൻ്റെ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട്സും സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട്സും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർ ലോണബിൾ ഫണ്ട്സും സപ്ലൈ ഓഫ് ലോണബിൾ ഫണ്ട്സും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ഈ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഫാക്ടേഴ്സിൻ്റെ ഓപ്പറേഷൻ മൂലം മോണിറ്ററി ആൻഡ് റിയൽ ആയിട്ടുള്ള മോണിറ്ററി ഫാക്ടേഴ്സും റിയൽ ഫാക്ടേഴ്സും കൂടെ കൂടിയിട്ട് ലോങ് ടേമിൽ പ്രവർത്തിക്കുമ്പോഴാണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ലോങ് ടേം പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മോണിറ്ററി ഫാക്ടേഴ്സും റിയൽ ഫാക്ടേഴ്സും കൂടെ കൂടിയിട്ട് ലോങ് ടേമിൽ പ്രവർത്തിക്കുമ്പോഴാണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഭവിക്കുന്നത്. അതേസമയം മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഭവിക്കുന്നത് ഷോർട്ട് പീരീഡിലാണ്. അതായത് മോണിറ്ററി ഫോഴ്സസ് ഷോർട്ട് പീരീഡിൽ പ്രവർത്തിക്കുമ്പോഴാണ് മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഭവിക്കുന്നത്. ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഓരോ പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നാച്ചുറൽ റേറ്റ് എന്ന് പറയുന്നത്, നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തിൻ്റെ ഓപ്പറേഷൻ്റെ റിസൾട്ടാണ്? ലോങ് ടേം ഫാക്ടേഴ്സ്, മോണിറ്ററി ആൻഡ് റിയൽ ഫാക്ടേഴ്സ് ലോങ് ടേമിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഭവിക്കുന്നത്. അതേസമയം മണി റേറ്റ് സംഭവിക്കുന്നതോ ഷോർട്ട് പീരീഡിൽ മോണിറ്ററി ഫോഴ്സസ് മാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മണി റേറ്റ് സംഭവിക്കുന്നത്. ഇനി വിക്ഷലിൻ്റെ അഭിപ്രായത്തിൽ മണി റേറ്റ് എന്ന് പറയുന്നത്, മണി റേറ്റ് റിയൽ റേറ്റിൽ നിന്നും ഡൈവേജ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ഇക്വിലിബ്രിയവും ഡിസ്ഇക്വിലിബ്രിയവും തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഡീവിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, രണ്ടും വ്യത്യാസമായിട്ടാണ് ഇക്കോണമിയിൽ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇക്കോണമിയിൽ എന്ത് സംഭവിക്കും? ഡിസ്ഇക്വിലിബ്രിയം സംഭവിക്കും എന്നുള്ളതാണ് വിക്ഷലിൻ്റെ അഭിപ്രായം. ഇത് തന്നെയാണ് ഹയേക്കും എടുത്തിട്ടുള്ളത്. ഇനി ടു റൈറ്റ്സ്, ഈ ഒരു ടു റൈറ്റ്സും, അതായത് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈക്വൽ ആയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ ഇക്കോണമിയിൽ എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയം സംഭവിക്കും, ഇക്വാലിറ്റി സംഭവിക്കും അല്ലേ? ഇങ്ങനെ ഇക്വാലിറ്റിയിൽ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ മണി റേറ്റും നാച്ചുറൽ റേറ്റും ഇക്വാലിറ്റിയിൽ നിലനിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇക്കോണമിയിൽ ഇക്വിലിബ്രിയം സംഭവിക്കും. മണി റേറ്റ് നാച്ചുറൽ റേറ്റിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, മണി റേറ്റ് ഈസ് എബോവ് ദി നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇക്കോണമിയിൽ കോൺട്രാക്ഷൻ ആയിരിക്കും. ഓർക്കുക, മണി റേറ്റ് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇക്കോണമിയിൽ എന്തായിരിക്കും? കോൺട്രാക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഇനി അതർ ദാൻ മണി റേറ്റ് ലെസ് ദാൻ നാച്ചുറൽ റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, മണി റേറ്റ് നാച്ചുറൽ റേറ്റിനേക്കാൾ താഴെയാണ് എന്നുണ്ടെങ്കിൽ, മണി റേറ്റ് കുറവും നാച്ചുറൽ റേറ്റ് കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ ഇക്കോണമിയിൽ എക്സ്പാൻഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഇക്കോണമിയിൽ എക്സ്പാൻഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഇനി ഹയേക്കിൻ്റെ തിയറി ഇത്രയാണ്. ഹയേക്കിൻ്റെ തിയറിയെ മോണിറ്ററി ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? ഇറ്റ് കൺസിഡേഴ്സ് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമി റിസോഴ്സസ് ഇൻ ദി ക്യാപിറ്റൽ ഗുഡ് സെക്ടർ ആസ് ദി സോൾ കോസ് ഓഫ് ദി ബിസിനസ് സൈക്കിൾ എന്നുള്ളതാണ്. ബിസിനസ് സൈക്കിളിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സിലെ ക്യാപിറ്റൽ സെക്ടറിൽ ഉണ്ടാകുന്ന ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ബിസിനസ് സൈക്കിള് സംഭവിക്കുന്നത്. ഈ ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എക്സ്പാൻഷനിലേക്കും കോൺട്രാക്ഷനിലേക്കുമെല്ലാം ലീഡ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഹയേക്കിൻ്റെ തിയറിക്ക്, ബിസിനസ് സൈക്കിൾ തിയറിക്ക് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് മോണിറ്ററി റേറ്റിൻ്റെയും നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും ഡിസ്റ്റിങ്ഷൻ പറയുന്നതും അതിൻ്റെ ബേസിൽ ബിസിനസ് സൈക്കിളിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? നട്ട് വിക്ഷലും അതുപോലെ തന്നെ ഹയേക്കും കൂടെയാണ്. ഹയേക്കാണ് ബിസിനസ് സൈക്കിളിൻ്റെ ഒരു വേർഷൻ
ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഹയേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നട്ട് വിക്ഷലിൻ്റെ ഇൻകം ഡിറ്റർമിനേഷൻ തിയറിയാണ്. ഇതിൽ പ്രധാന റോൾ വഹിക്കുന്നത് ആരാണ്? നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മുടെ തേർഡ് തിയറിയാണ് ഷുംപീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇന്നോവേഷൻ തിയറി എന്ന് പറയുന്നത്. ഷുംപീറ്ററിൻ്റെ ഇന്നോവേഷൻ തിയറി ഓഫ് ഷുംപീറ്റർ. J.A. ഷുംപീറ്റർ ഇന്നോവേഷൻ തിയറിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നോവേഷൻസ് ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്? ട്രേഡ് സൈക്കിളിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്. ട്രേഡ് സൈക്കിളിൻ്റെ ഒറിജിനൽ കോസ് എന്ന് പറയുന്നത് ഇന്നോവേഷൻസ് ആണ് എന്നുള്ളതാണ് ഷുംപീറ്ററിൻ്റെ വാദം. ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക്കൽ ഫ്ലക്ച്വേഷനിലേക്കാണ് നയിക്കുന്നത്, ഇൻവെൻഷനിലേക്കല്ല. സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ആണ് ഇന്നോവേഷൻസിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഷുംപീറ്ററിൻ്റെ വാദം. എന്താണ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്? ഷുംപീറ്ററിൻ്റെ അഭിപ്രായത്തിൽ ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻവെൻഷൻസ് ആണ്. ഇൻവെൻഷൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മേഖലയിൽ ന്യൂ ടെക്നിക്സ് കണ്ടെത്തുക, ന്യൂ മെത്തേഡ് ഓഫ് ഓർഗനൈസേഷൻസ് കണ്ടെത്തുക, ന്യൂ പ്രോഡക്ട്സ് കണ്ടെത്തുക, ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻവെൻഷൻസ് ആണ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. ഈ ഇന്നോവേഷൻസ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും? ട്രേഡ് സൈക്കിളിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഷുംപീറ്ററിൻ്റെ വാദം. ഷുംപീറ്റർ പറയുന്നത് ട്രേഡ് സൈക്കിളാണ് ഇക്കണോമിക് ക്യാപിറ്റൽ സൊസൈറ്റിയിലെ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളിൽ ഇക്കണോമിക് പ്രോഗ്രസിൻ്റെ പ്രധാന കാരണം ട്രേഡ് സൈക്കിളാണ്. ഇക്കോണമിയിൽ എന്തെങ്കിലും ഇൻറ്റേർണൽ ചേഞ്ചസ് സംഭവിച്ചാൽ അതെന്ത് ചെയ്യും? ഡെവലപ്മെൻറ്റിലേക്ക്, ആ ഒരു രാജ്യത്തിൻ്റെ, ആ ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നോവേഷൻസ് ട്രേഡ് സൈക്കിളിന് കാരണമാവുന്നു. ഈ ട്രേഡ് സൈക്കിൾ ഇക്കോണമിയുടെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഷുംപീറ്ററിൻ്റെ തിയറി. ഇന്നോവേഷൻസ് ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്? ട്രേഡ് സൈക്കിളിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്. ഷുംപീറ്റർ ഇന്നോവേഷന് 5 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷുംപീറ്ററിൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഇന്നോവേഷൻസ്? ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടൈപ്പ് ഓഫ് ഗുഡ്സ്, പുതിയ എന്തെങ്കിലും ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷനിൽ എന്തെങ്കിലും പുതിയ മെത്തേഡുകൾ കൊണ്ടുവരുന്നത്. ദെൻ പുതിയ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് കണ്ടെത്തുന്നത്. റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലും സോഴ്സസ് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെ ഓർഗനൈസേഷണൽ ചേഞ്ചസ് എന്തെങ്കിലും ഇൻഡസ്ട്രിക്ക് വരുത്തുകയാണെങ്കിൽ, അതായത് കാർട്ടലെ മോണോപോളി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മോണോപോളി ബ്രേക്ക് ചെയ്യുക, ഇത്തരത്തിൽ എന്തെങ്കിലും ഓർഗനൈസേഷണൽ ചേഞ്ചസ്, ഇത്തരം 5 കാറ്റഗറീസ് ആണ് ഷുംപീറ്റർ ഇന്നോവേഷൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇന്നോവേഷൻസ് സംഭവിക്കുന്നതിൻ്റെ ഭാഗമാണ് ട്രേഡ് സൈക്കിൾ എന്നുള്ളതാണ് ഷുംപീറ്ററിൻ്റെ വാദം. ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്പോണ്ടാനിയസ്ലി നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല. ഇത് ഏതെങ്കിലും ഏജൻസികളുടെ പ്രവർത്തന ഫലമായിട്ട്, പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത് നടക്കുന്നത്? ഇക്കണോമിക് സിസ്റ്റത്തിൽ ഇത്തരം ഇന്നോവേഷൻസ് നടക്കുന്നത്. മിക്കപ്പോഴും എൻ്റർപ്രണേഴ്സിനെയാണ് ഷുംപീറ്റർ ഇത്തരം ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഏജൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റർപ്രണേഴ്സാണ് ഷുംപീറ്ററിൻ്റെ അഭിപ്രായത്തിൽ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഏജന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഏജൻസിൻ്റെ പ്രവർത്തന ഫലമായാണ് ഇന്നോവേഷൻ നടക്കുന്നത്. ഇങ്ങനെ ഇന്നോവേഷൻ നടത്തുന്ന ഇന്നോവേറ്റേഴ്സ് ആരാണ്? എൻ്റർപ്രണേഴ്സ് ആണ് എന്നുള്ളതാണ് ഷുംപീറ്ററിൻ്റെ വാദം. ഷുംപീറ്ററിൻ്റെ ഇന്നോവേഷൻ ഫംഗ്ഷന് 2 തിങ്സ് നീഡ് ചെയ്യുന്നുണ്ട് എൻ്റർപ്രണേഴ്സിന്. അതായത് ഇന്നോവേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എൻ്റർപ്രണേഴ്സിന് 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ആവശ്യമാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്നിക്കൽ നോളജാണ്. ടെക്നിക്കൽ നോളജ് എന്ന് പറയുമ്പോൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു 5 ഫാക്ടേഴ്സിലെ എന്തെങ്കിലും പുതിയത് കണ്ടെത്തുന്നതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇന്നോവേഷൻ നടത്തുന്നതിനുള്ള, എന്തെങ്കിലും പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള, സർവീസസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ടെക്നിക്കൽ നോളജ് എൻ്റർപ്രണർക്ക് ആവശ്യമാണ്. ദെൻ സെക്കൻഡ് വൺ എന്താണ്?
ഇന്നോവേഷനെ എന്ത് ചെയ്യണം, എക്സിസ്റ്റിംഗ് ചാനലിൽ നിന്നും മീൻസ് ഓഫ് പ്രൊഡക്ഷനെ ന്യൂ ചാനലിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു കഴിവും കൂടെ ആർക്ക് വേണം, എല്ലാം മുൻകൂട്ടി കാണുന്നതിനുള്ള ഒരു കഴിവും കൂടെ എൻ്റർപ്രണർക്ക് വേണം. എക്സിസ്റ്റിംഗ് ചാനലിൽ നിന്നും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു ന്യൂ ചാനലിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതിനെല്ലാം ഉള്ള ഒരു എബിലിറ്റിയും കൂടെ ആർക്ക് വേണം, എൻ്റർപ്രണർക്ക്, ഏജന്റ് എന്നറിയപ്പെടുന്ന എൻ്റർപ്രണർക്ക് ആവശ്യമാണ്. ഇത്തരത്തിലെ ഒരു ഇന്നോവേഷൻ നടത്തുന്നതിന് ഒരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമായിട്ട് വരും അല്ലെ, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഏതൊരു എൻ്റർപ്രണറെ സംബന്ധിച്ചും സ്വന്തം കയ്യിലുള്ള വരുമാനം വെച്ചിട്ട് ഈ ഒരു ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ കയ്യിലുള്ള പണത്തോട് കൂടി എന്തും ചെയ്യേണ്ടി വരും, ബാങ്കിനെയും കൂടെ ആശ്രയിക്കേണ്ടി വരും. അതായത് ഫണ്ട്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് മാർഗങ്ങളും കൂടെ തേടേണ്ടി വരും. ബാങ്കിൽ നിന്നും കടമെടുത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഫണ്ട് സെക്യൂർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഷുംപീറ്ററിയൻ തിയറിയിൽ മണി ക്യാപിറ്റൽ, അതായത് സ്വന്തം കൈവശമുള്ള മണി ക്യാപിറ്റലും ബാങ്ക് ക്രെഡിറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് വഹിക്കുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഷുംപീറ്റീരിയൻ തിയറിയുടെ സ്ട്രാറ്റജിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇന്നോവേഷൻസും എൻ്റർപ്രണേഴ്സും ആണ്. ഇന്നോവേഷൻസും ഈ ഇന്നോവേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന എൻ്റർപ്രണേഴ്സുമാണ് ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് പുറമെ മണി ക്യാപിറ്റലും ബാങ്ക് ക്രെഡിറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഇന്നോവേഷൻ സക്സസ് ആയാൽ പിന്നെ ഇക്കോണമിയിൽ സംഭവിക്കുന്നത്, ഇന്നോവേഷൻ പ്രോഫിറ്റബിൾ ആണെന്ന് കണ്ടാൽ പിന്നെ ഇക്കോണമിയിൽ സംഭവിക്കുന്നത് ഒരു സോം ലൈക്ക് ക്ലസ്റ്റർ ആയിരിക്കും. പ്രാണിക്കൂട്ടം പോലെ എന്ത് ചെയ്യും, മറ്റുള്ളവരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരും. ഈ സോം ലൈക്ക് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഷുംപീറ്റർ തിയറിയുടെ ഒരു പ്രധാന ഫാക്ടറാണ്. സ്വാം ലൈക്ക് ക്ലസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്, ഷുംപീറ്ററാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇന്നോവേഷൻ സക്സസ് ആയാൽ പിന്നെന്ത് ചെയ്യും, ബാക്കി മറ്റു ഇൻഡിവിജ്വൽസ്, മറ്റു ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് സ്വാം ലൈക്ക് ക്ലസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സൈക്ലിക്കൽ അപ്സ്വിങ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വെൻ entrepreneurs start investing in the commercial applications of their innovative ideas. ഇന്നോവേറ്റീവ് ഐഡിയാസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കോണമിയിൽ സൈക്ലിക്കൽ അപ്സ്വിങ്സ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ സൈക്ലിക്കൽ അപ്സ്വിങ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ്. ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ് സൈക്ലിക്കൽ അപ്സ്വിങ്സിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്. ഇന്നോവേറ്റീവ് ഐഡിയാസിൻ്റെ ഭാഗമായിട്ടാണ് സൈക്ലിക്കൽ അപ്സ്വിങ്സ് ഇക്കോണമിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇക്കോണമിയിൽ എന്തെങ്കിലും ഒരു സൈക്ലിക്കൽ മൂവ്മെൻറ്റ് സംഭവിക്കും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇന്നോവേറ്റീവ് ഐഡിയാസ് വേണം. ഈ ഇന്നോവേറ്റീവ് ഐഡിയാസിനെ കൊമേഴ്ഷ്യലി അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇക്കോണമിയിൽ സൈക്ലിക്കൽ അപ്സ്വിങ്സിന് തുടക്കം കുറിക്കുന്നത്. ഇങ്ങനെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് ഇക്കോണമിയെ കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡ് സൈക്കിളിലേക്ക് ഇക്കോണമിയെ കൊണ്ടെത്തിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് ഇതൊരു ഇന്നോവേറ്റീവ് ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്യൂ ലീഡിങ് എൻ്റർപ്രണേഴ്സ് ആയിരിക്കും അല്ലേ. എക്സ്പേർട്ട് ആയിട്ടുള്ള, എല്ലാത്തിനും റെഡി ആയിട്ടുള്ള ഒരു ലീഡിങ് എൻ്റർപ്രണേഴ്സ് ആയിരിക്കും എപ്പോഴും. വളരെ കുറഞ്ഞ അളവിലുള്ള എൻ്റർപ്രണേഴ്സ് ആയിരിക്കും ആദ്യം ഇത്തരം ഐഡിയാസ് മുന്നോട്ട് വെക്കുന്നത്. അവരുടെ ഐഡിയാസ് മാർക്കറ്റിൽ വന്ന് അത് സക്സസ് ആയി എന്ന് കാണുമ്പോഴാണ് മറ്റുള്ള ഇന്നോവേറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റു എൻ്റർപ്രണേഴ്സ് ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇക്കോണമിയിൽ എന്ത് ചെയ്യും, അപ്പോൾ സപ്പോസ് ഒരു പ്രോഡക്റ്റ്, ഒരു ലീഡിങ് എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ലീഡിങ് കമ്പനി ഒരു പ്രോഡക്റ്റ് പുതുതായിട്ട് കണ്ടെത്തി മാർക്കറ്റിൽ വന്ന് അവർ വലിയ സക്സസ് നേടുമ്പോൾ, വലിയ പ്രോഫിറ്റ് നേടുമ്പോൾ മറ്റു എൻ്റർപ്രണേഴ്സ് എന്ത് ചെയ്യും, അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ബാങ്കുകൾ എത്രത്തോളം ക്രെഡിറ്റ് നൽകപ്പെടുന്നു എന്നുള്ളതും കൂടെ ഇതിനനുസരിച്ചിരിക്കും. അതായത് ഇന്നോവേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിന് പുറമെ, കൈവശമുള്ള പണത്തിന് പുറമെ മറ്റു ക്രെഡിറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ബാങ്കുകൾ എത്രത്തോളം ഇത് നൽകാൻ തയ്യാറാണ്, റെഡിയാണ് എന്നുള്ളതിനനുസരിച്ചും കൂടെ ഇരിക്കും ഈ ഒരു ഇന്നോവേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ബാങ്ക് ക്രെഡിറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇന്നോവേറ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നത്.
ഇങ്ങനെ മാർക്കറ്റിൽ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി മാർക്കറ്റിലെത്തി. അങ്ങനെ മറ്റുള്ളവരെല്ലാം ഇത് പ്രോഫിറ്റബിൾ ആണെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും, ഒരു സോംലൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാണികളെ പോലെ, പ്രാണിക്കൂട്ടം പോലെ ഒരുമിച്ച് എന്ത് ചെയ്യും, ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങും. ഇങ്ങനെ ഇത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വോളിയം എന്ത് ചെയ്യും, ഇക്കോണമിയിൽ കൂടും. ഇക്കോണമിയിൽ ഈ ഒരു ഏതെങ്കിലും ഒരു എൻ്റർപ്രണർ കണ്ടെത്തിയിട്ടുള്ള അവരുടെ സക്സസ് ആയിട്ടുള്ള ഈ ഒരു ഇന്നോവേറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ശ്രമിക്കുകയും ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് കൂടുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻകവും എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും കൂടുകയും ചെയ്യും. ഇങ്ങനെ ഇക്കോണമി ഒരു പ്രോസ്പെരിറ്റി ഫേസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇന്നോവേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ സോംലൈക്ക് ക്ലസ്റ്റർ പോലെ മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇക്കോണമിയെ എങ്ങോട്ട് നയിക്കും, ഈ പ്രോസ്പെരിറ്റി ഫേസിൽ നിന്നും പിന്നിലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് നയിക്കും. അതെങ്ങനെയാണ്, ഓവർവെൽമിംഗ് ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് ന്യൂ പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. കാരണം ഇക്കോണമിയിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് കണ്ടെത്തിയ ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, കൂടുതൽ എൻ്റർപ്രണേഴ്സ് വരുന്നു. ഇങ്ങനെ ഇക്കോണമി ഈ ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഇക്കോണമിയിൽ വളരെ അധികം അവൈലബിൾ ആയിട്ട് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രൈസ് ഫോളോ ചെയ്യുന്നു. അവരുടെ ഈ ഒരു എൻ്റർപ്രണേഴ്സിൻ്റെ മാർജിൻ, പ്രോഫിറ്റ് മാർജിന് കുറയുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പാൻഷൻ ഫേസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി ഫേസിൽ നിന്നും ഇക്കോണമി എങ്ങോട്ട് പോകുന്നു, പിന്നിലേക്ക് പോയി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് ഇന്നോവേഷൻ ട്രേഡ് സൈക്കിളിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ ഫേസിൽ നിന്നും അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഫേസിൽ നിന്നും കോൺട്രാക്ഷൻ ഫേസിലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ ഫേസിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നത് എന്താണ്, ഇന്നോവേഷൻസിൻ്റെ സോംലൈക്ക് പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മറ്റു എൻ്റർപ്രണേഴ്സാണ് ഇക്കോണമിയെ എങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നത്, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ആരുടെ വാദം, ഷുംപീറ്ററിൻ്റെ വാദം. താങ്ക് യു ഫോർ ലേണിംഗ്. ഇതോടുകൂടി നമ്മൾ ബിസിനസ് സൈക്കിളിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബിസിനസ് സൈക്കിളിൻ്റെ സെക്കൻഡ് പാർട്ടിൽ മറ്റു തിയറീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.